ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുപ്പിറവിയുടെ സന്തോഷത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഈശോ തരുന്ന ഹൃദയ സമാധാനത്തിൽ തുടർന്നും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 26-ാം തീയതി തിരുസഭയിൽ വളരെ പ്രത്യേകമായി വിശുദ്ധ എസ്തപ്പാനോസിന്, സെൻറ്റ് സ്റ്റീഫനെ ഓർമ്മിക്കുന്ന ദിവസമാണ്. അദ്ദേഹം സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധരെ പോലെ നമ്മുടെ ജീവിതവും ജീവിത സാക്ഷ്യമാക്കി ദൈവത്തിന് വേണ്ടി മാറ്റാം എന്ന് ഈ വിശുദ്ധർ, പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ സ്റ്റീഫൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഒരു വാക്യം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. 2 ചിന്തകൾ പ്രത്യേകമായി നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഒന്നാമത്തേത്, മനുഷ്യൻ്റെ ഇടയിൽ വസിക്കാനും മനുഷ്യൻ്റെ കൂടെ വസിക്കാനും ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോയിൽ നമ്മൾ കാണുന്നത്. മനുഷ്യൻ്റെ ഇടയിൽ വസിക്കാനും മനുഷ്യൻ്റെ കൂടെ വസിക്കാനും ആഗ്രഹിക്കുന്ന ദൈവം. ഇത് പ്രധാനപ്പെട്ട 2 ചിന്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവം നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ പ്രേമബന്ധങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ഒരു വശത്തേക്ക് മാത്രമുള്ള സ്നേഹം. ഈശോയുടെ ഈ തിരുപ്പിറവിയിൽ ദൈവം നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിച്ചു വരുന്നു. തിരിച്ച് നമുക്ക് ദൈവത്തോടുകൂടെ വസിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് പ്രത്യേകമായി ഹൃദയത്തിൽ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം, പറയുന്നത് പോലെ ചെയ്യണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുകയും വേണം. ദൈവത്തിന് ചേർന്ന രീതിയിൽ എപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മനോഭാവങ്ങളും ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ഓർമ്മിക്കാം. വിശുദ്ധ കുർബാനയായി കൂദാശകളായി സഭയിലെന്നും ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാനും പരിശ്രമിക്കാം. 2-ാമത്തെ കാര്യം, ദൈവം നമ്മോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കൂടെയും ആയിരിക്കണം. നമുക്ക് മനുഷ്യരോടും അടുക്കാനായിട്ട് സാധിക്കണം. ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നത് പോലെ മനുഷ്യരോടും അടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ വളരെ സൗകര്യത്തിനായി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ നമ്മളെ എല്ലാവരെയും ഒരൊറ്റപ്പെട്ട തുരുത്ത് പോലെയാക്കി മാറ്റുന്നു. ഒരു ഫോണുമായി ഒറ്റയ്ക്കിരിക്കാനാണ് പലർക്കും മിക്കപ്പോഴും താല്പര്യം. കാരണം അതിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ കിട്ടുകയും ചെയ്യും. മനുഷ്യരോടുള്ള സ്വാഭാവികമായ മുമ്പുണ്ടായിരുന്ന ബന്ധം കുറഞ്ഞു വരുന്നു. ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും ബന്ധപ്പെട്ട് ഇരിക്കാനായിട്ട് സാധിക്കണം. അതിന് തടസ്സമാകുന്ന ഉപകരണങ്ങളാകട്ടെ, നമ്മുടെ ദുശ്ശീലങ്ങളാകട്ടെ, മറ്റ് നമ്മുടെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളാകട്ടെ, അതെല്ലാം മാറ്റി നമുക്ക് ദൈവത്തോടുകൂടെ ആയിരിക്കാനും നമുക്ക് മനുഷ്യരോടുകൂടെ സ്വാഭാവികമായ ഒരു ബന്ധവും സ്നേഹവും സൗഹൃദവും അടുപ്പവും സൂക്ഷിക്കാനും സാധിക്കട്ടെ. അങ്ങനെയാണ് ഈ ക്രിസ്തുമസിന്, ഈശോയുടെ പിറവി, നമ്മൾ കൂടുതൽ അർത്ഥവത്തായി ജീവിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നേരുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.